ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വൈകുണ്ഠ ഏകാദശി വ്രതമാണ്, അതായത് സ്വർഗവാതിൽ ഏകാദശി വ്രതം. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളാണ് ഏകാദശി ദിവസം. അതിൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ സ്വർഗവാതിൽ ഏകാദശി വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലാ മാസവും ഏകാദശി വ്രതം എടുക്കാൻ പറ്റാത്തവരും ഈ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ സ്വർഗവാതിൽ ഏകാദശി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്രാവശ്യം 2 ദിവസമായിട്ടാണ് ഏകാദശി വ്രതം വരുന്നത്. ഡിസംബർ 30 വരുന്നുണ്ട്, 31 വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യമാണ്. ഇതിൽ ദശമി തൊട്ടിട്ടുള്ള ഏകാദശി വരുന്നത് കൊണ്ടാണ് ഡിസംബർ 30 നോക്കണ്ട, 31 നോക്കിയാൽ മതിയെന്ന് പറയുന്നത്. പക്ഷേ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഡിസംബർ 30 ഏകാദശി ആചരിക്കുന്നത്. പിന്നീട് കൂടുതൽ ക്ഷേത്രങ്ങളിലും ഡിസംബർ 31 വൈകുണ്ഠ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. അത് ദ്വാദശി തൊട്ടിട്ടുള്ള ഏകാദശി ആയതുകൊണ്ടാണ്. നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏത് ദിവസമാണോ ആചരിക്കുന്നത് അന്ന് നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തലേ ദിവസം നമ്മൾ ഒരിക്കലിരിക്കുക. രാവിലെ ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. രാത്രിയിൽ അത്താഴം ഉണ്ണാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. സന്ധ്യയ്ക്ക് മുമ്പേ ആഹാരം കഴിച്ച് നിർത്തണം. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നമ്മൾ ശ്രീകൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക. അത് വിളക്ക് കൊളുത്തി നാമമൊക്കെ ചെല്ലുക. അതിനുശേഷം അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഉപവാസത്തോടുകൂടി വ്രതം എടുക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആഹാരവും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കുന്നവരുണ്ട്. പിന്നെ വെള്ളം മാത്രം കുടിച്ച് വ്രതം എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പാലോ പഴമോ കഴിച്ച് വ്രതം എടുക്കാം. പിന്നീട് ഇപ്പോൾ അസുഖമുള്ളവരും അങ്ങനെയുള്ള ആൾക്കാർ, ഗുളിക കഴിക്കുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഒരു നേരം എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പാലോ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കുണ്ടാക്കി കഴിക്കാം. അതിൽ ധാന്യങ്ങളൊന്നും ചേരാൻ പാടില്ലെന്നാണ് പറയുന്നത്. അത് കഴിക്കാം. അത് കഴിച്ച് നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ പാരണ വീട്ടി പാരണ വിടുമെന്ന് പറഞ്ഞാൽ തുളസി തീർത്ഥം അല്പം അരിയോ മലരോ എന്തെങ്കിലും അതിനോടൊപ്പം കഴിച്ച് പാരണ വീട്ടുന്നതോടുകൂടി ഭഗവാന് നമ്മൾ ഏകാദശി വ്രതം സമർപ്പിക്കുന്നതാണ് ഇതിൻ്റെ അനുഷ്ഠാന രീതി. ഇതൊക്കെ അവരവരുടെ ആരോഗ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ്. അതിനുശേഷം ആ 3ാമത്തെ ദിവസവും നമ്മൾ അന്നത്തെ ദിവസം നോൺ വെജ് ഒന്നും ഉപയോഗിക്കാനേ പാടില്ല. ഇത്രയേ ഉള്ളൂ ഏകാദശി വ്രതം എടുക്കാനുള്ള ആചരണ രീതികൾ. പിന്നീട് അവരവരുടെ ആരോഗ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ് അത്. പിന്നെ ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കുക എന്നുള്ളത്, ദ്വാദശി പണം സമർപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിന് നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങി കുടിച്ച് അവിടുത്തെ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുന്നതോടുകൂടി അത് അവസാനിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അഥവാ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദക്ഷിണ സമർപ്പിച്ച് നമ്മൾ ഏകാദശി വ്രതം സമർപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെയാണ് ഏകാദശി വ്രതം എടുക്കുന്നത്. പിന്നീട് ഈ സ്വർഗവാതിൽ ഏകാദശിക്ക് ഉറങ്ങരുതെന്ന് പറയുന്നുണ്ട്. ഇവിടെ അടുത്തൊരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് ഞങ്ങൾക്ക്. അവിടെ ഇന്ന് ആരും ഉറങ്ങാറില്ല. അവിടെ രാത്രി മൊത്തവും ആൾക്കാർ ഇങ്ങനെ നാമമൊക്കെ ചൊല്ലിയിരിക്കും. അതുപോലെ എന്തെങ്കിലും കലാപരിപാടികൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഏകാദശി മഹാത്മ്യ പ്രഭാഷണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതൊക്കെ കണ്ടിട്ട് അമ്മമാരെല്ലാം ഉറക്കമിളച്ച് നോക്കുന്ന ഒരു ഏകാദശിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശി വ്രതം. ഇവിടെ അടുത്ത് തന്നെ ഒരു നരസിംഹസ്വാമി ക്ഷേത്രമാണ്. കുറേ വർഷങ്ങളായിട്ട് അവിടെ വ്രതം ആചരിക്കുന്നവരുണ്ട്. പക്ഷേ അവർ ഈ ഒരു വ്രതത്തിന് അവർ ഉറങ്ങാറില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഉറക്കം ഒഴിയാൻ താല്പര്യമില്ലാത്തവർക്ക് ഉറങ്ങിയെന്ന് വെച്ച് കുഴപ്പമില്ല. ഇപ്പോഴത്തെ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ഉറക്കം ഒഴിഞ്ഞ് വ്രതം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നാളെ രാവിലെ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ഏകാദശി വ്രതം ഭഗവാന് സമർപ്പിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയുണ്ട്. അത് അവരവരുടെ ഇഷ്ടമോ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. എന്തായാലും എന്തുകൊണ്ടെന്നാലും നമ്മുടെ ഭഗവാൻ സമർപ്പിക്കുന്ന ഈ വ്രതം ഏറ്റവും മഹത്തരമായൊരു വ്രതമാണ് വൈകുണ്ഠ ഏകാദശി വ്രതം. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതേപോലെ മഹാവിഷ്ണു ക്ഷേത്രം, പ്രധാനപ്പെട്ട മഹാതിരുനാവായ, അതുപോലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഈ വൈകുണ്ഠ ഏകാദശി ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആചരിക്കുന്നത്.
അതുകൊണ്ട് പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തോ കിഴക്ക് വാതിലിൽ കൂടെ കയറിയിട്ട് നമ്മൾ വടക്കേ വാതിലിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത് വഴി അതൊരു ആചാരം പോലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. സ്വർഗ്ഗവാതിൽ കടക്കുന്നു എന്നൊരു പ്രതീതി പോലെ, അതൊരു എന്തോ ഒരു ഐതിഹ്യത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെ നടത്തുന്നുണ്ട്. അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഇന്ന് വടക്കേ ഗോപുരവാതിൽ വളരെ മനോഹരമായി അലങ്കരിച്ച് അതിലൂടെയാണ് ആൾക്കാരെ പുറത്തേക്ക് ഇറക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആചരണ രീതിയും ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസം നടത്തുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി, അതായത് വൈകുണ്ഠ ഏകാദശി. മോക്ഷപ്രാപ്തിക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വ്രതം ആചരിക്കുന്നത്. അതുപോലെ തന്നെ പിതൃക്കൾ ഇങ്ങനെ മോക്ഷം കിട്ടാതെ അലയുന്ന പിതൃക്കളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ നോക്കുന്ന ഒരു വ്രതമായിട്ടാണ് ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി ആചരിക്കുന്നത്. അങ്ങനെ പിതൃക്കളുടെ പ്രീതിക്ക് ഏറ്റവും നല്ലൊരു വ്രതമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അന്നേരം പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാം നല്ല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും മോക്ഷം കിട്ടുന്നതിനും പിതൃക്കൾക്ക് നല്ലത് വരുന്നതിനും വേണ്ടിയിട്ടും നമ്മൾ ഈ വ്രതം ആചരിക്കുന്നുണ്ട്. ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതമാണ് അതിന് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും ആചരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം നോക്കേണ്ട ഒരു വ്രതമാണ് ഈ സ്വർഗ്ഗവാതിൽ ഏകാദശിയായിട്ടുള്ള ഈ വൈകുണ്ഠ ഏകാദശി വ്രതം. അതുപോലെ ഈ വ്രതം ആചരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ പല രൂപത്തിലും നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഉണ്ണിക്കണ്ണനായിട്ട് കാണുന്നവരുണ്ട്, അതുപോലെ ഇച്ചിരി കൂടെ യുവാവായിട്ടുള്ള ഒരു കൃഷ്ണനായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഓരോ രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ നമ്മുടെ മനസ്സിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് ഈ വൈകുണ്ഠ ഏകാദശി ദിവസം നമ്മൾ ഭഗവാനെ ശംഖ് ചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് നമ്മൾ മനസ്സിൽ കണ്ട് ആചരിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ലക്ഷ്മി ഭഗവതി ദേവിയെയും നമ്മൾ ഭഗവാനോടൊപ്പം നമ്മൾ നാമങ്ങളൊക്കെ ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഈ അവസരത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ ഇന്ന് ഉപവാസം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നത് പോലെ ഇപ്പോൾ ആഹാര കാര്യത്തിൽ ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ നാമം ചൊല്ലുക എന്നുള്ളതാണ്. ഇപ്പം വിഷ്ണു സഹസ്രനാമം, അതുപോലെ നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത ഒക്കെ നമുക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നാമങ്ങൾ ചൊല്ലി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ചില അമ്പലങ്ങളിൽ വൈകിട്ട് വരെ അമ്പലത്തിൽ ഓരോരോ നാമങ്ങൾ സങ്കീർത്തനം ഹരേ രാമ അത് അഖണ്ഡനാമമായിട്ട് ചെല്ലുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിരുന്ന് അവരോടൊപ്പം ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിനൊന്നും സാധിക്കാത്തവർ നമ്മളിപ്പോൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഡ്യൂട്ടി ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ വ്രതങ്ങളൊക്കെ എടുക്കാൻ, അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെ കൂടെ നാമങ്ങളൊക്കെ ചൊല്ലി ഇരിക്കാം. അതുപോലെ അമ്പലത്തിൽ പോയി ഏകാദശി വ്രതം നോക്കി ഇരിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. അവരുടെ നാമങ്ങൾ ഭഗവാനോടൊപ്പം എപ്പോഴും ഇരുന്ന് വേറൊരു ചിന്തയും ഇല്ലാതെ നമ്മൾ നാമങ്ങൾ ചൊല്ലിയിരിക്കുക. അത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയാതെയും പിന്നെ വേറെ ആവശ്യമില്ലാത്ത സംസാരത്തിലൊന്നും ഏർപ്പെടാതെയൊക്കെ നാമങ്ങൾ ചൊല്ലിയിരിക്കുക എന്നുള്ളതാണ് ഏകാദശി വ്രതമൊക്കെ നോക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ ആഹാരം കഴിച്ചു പോയെന്ന് വിചാരിച്ചിട്ടൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല. അതാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനോടൊപ്പം അടുത്തിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ട് മാത്രമേ ഇതിനുള്ള ഫലങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഏകാദശി വ്രതം എടുക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം എടുക്കുക. ഇന്ന് വ്രതമായിട്ട് ഇരുന്നുണ്ട്, നാളെ വ്രതം എടുത്താലും മതി, അങ്ങനെ നോക്കിയാലും മതി. അല്ല ഇന്ന് എടുക്കുന്നവർക്ക് അതുപോലെ എടുക്കാം. അങ്ങനെ 2 ദിവസത്തെ വ്രതമായിട്ടാണ് ഇപ്രാവശ്യം ഏകാദശി വ്രതം വന്നിട്ടുള്ളത്. അതുപോലെ ഇതൊന്നും ഇപ്പം വ്രതമായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി നാമങ്ങളൊക്കെ ചൊല്ലി ഭഗവാന്റെ നാമങ്ങളും ചൊല്ലി, അതേപോലെ പുസ്തകങ്ങൾ വായിക്കാൻ ഭഗവാന്റെ ഭാഗവതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒന്നുമില്ലെങ്കിൽ നാരായണ മന്ത്രമെങ്കിലും ചൊല്ലി ഇരിക്കാൻ കഴിയുമെങ്കിൽ അതിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഇന്ന് നാളെയുമായിട്ട് ആചരിക്കുന്ന വൈകുണ്ഠ ഏകാദശി ദിവസം.
അതുകൊണ്ട് എല്ലാവരും അതിന് പറ്റുന്ന ആൾക്കാരെല്ലാം അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്ന ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ പിതൃക്കളുടെ പിന്നെ മോക്ഷത്തിനും എല്ലാ കാര്യത്തിനും നമ്മൾ ഈ വൈകുണ്ഠ ഏകാദശി വ്രതം ഏറ്റവും പ്രാധാന്യമാണ്. അതിൻ്റെ നന്മകൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും ഒക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അന്നേരം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇന്ന് നോക്കുന്നവരായാലും നാളെ നോക്കുന്നവരായാലും കുഴപ്പമില്ല. നല്ല ഏകാദശി വ്രതം നമ്മൾ ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കാൻ കഴിയുന്നവരെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ ഏകാദശി സമർപ്പിക്കുക. അങ്ങനെ ഏകാദശി വ്രതം എല്ലാവർക്കും എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.